PPT പോയിന്റ് കുറച്ച് എക്സാം ക്ലിയർ അല്ലേ സർ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, 1 മിനിറ്റ്. നമ്മൾ പൊതുവെ ഒരാളെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് അയാളെ നല്ല റിലേഷൻ നിലനിർത്താൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അയാളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുക, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഒരാളെ കാണുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളൊന്ന് നൽകുന്നത് അയാൾക്ക് പുഞ്ചിരിയാണ്, അല്ലെ? ഒന്ന് പുഞ്ചിരിക്കുക, സ്മൈൽ ചെയ്യാം. അയാളും തിരിച്ചു പുഞ്ചിരിക്കും. അങ്ങനെ പുഞ്ചിരിച്ചു കഴിഞ്ഞാല് നമ്മളും അയാളും തമ്മിൽ ഒരു ഹൃദയബന്ധം ഉണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കായി നമുക്ക് ഹൃദയത്തിൽ അയാളുടെ ഒരു സ്നേഹം ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരാളെ മീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പുഞ്ചിരി ഉപയോഗിക്കാം. അത് കഴിഞ്ഞാല് ഒരു പൊതുവെ ഒരാൾക്ക് കണ്ടുകഴിഞ്ഞാല് പല മോഡലും ബോഡി ടച്ച് ചെയ്യും, അതല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഹഗ് ചെയ്യും. പല സംസ്കാരങ്ങളിൽ പലതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളും അയാളും തമ്മിലൊരു ബോഡി കണക്ഷൻ വരും. ഇപ്പൊ എന്തൊക്കെ വന്നു? ആദ്യം മനസ്സിന്റെ കണക്ഷൻ വന്നു പുഞ്ചിരിയിലൂടെ, രണ്ടാമത് ശരീരത്തിന്റെ കണക്ഷൻ വന്നു. പിന്നീട് നമ്മൾ അയാളോട് ഒരു അഭിവാദ്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ അത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നായിരിക്കാം, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ ഓം ശാന്തി, എന്തെങ്കിലും ആയിരിക്കും, നമസ്കാരം, എന്തെങ്കിലും ഒരു പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അത് തിരിച്ചുപയോഗിക്കും. അപ്പൊ ഇവിടെ എത്ര കണക്ഷൻ വന്നു? 3 കണക്ഷൻ വന്നു. ഒന്ന് മൈൻഡ്, രണ്ടാമത്തത് ബോഡി, മൂന്നാമത്തത് വാക്ക് തമ്മിലുള്ള കണക്ഷൻ വന്നു. ഇനി നമ്മൾ അത് ഉപയോഗിക്കുന്ന മിക്ക റിലീജിയസും ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് ദൈവത്തിന്റെ അതിന്റെ ഒരു സാക്ഷി പോലെ ആ ഒരു വേർഡിൽ ഉൾപ്പെടുത്തും. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നോ. അപ്പൊ ഒരു മൂന്നാമതൊരാൾ കൂടി നമ്മുടെ ആ റിലേഷനിലേക്ക് കടന്നു വരുന്നു, ഒരു ദൈവികത. അതിപ്പോ പല സംസ്കാരങ്ങളിലില്ല, എങ്കിലും പല സംസ്കാരങ്ങളിലുണ്ട്. അപ്പോ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു 4ാമത്തെ സ്റ്റേജിലേക്ക് കടക്കും. അപ്പൊ ഒരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് ഒരാളോടൊന്ന് പുഞ്ചിരിച്ച് നന്നായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഒരു ബോഡി ടച്ച് ഒക്കെ ചെയ്ത് സംസാരമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മളെ അയാൾക്ക് നല്ലൊരു കണക്ഷൻ വന്നുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക് നല്ലൊരു കണക്ഷൻ വരും. അപ്പോ ആ സമയത്ത് അയാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്തുണ്ടാകും? അയാൾക്ക് ആ സംസാരത്തിനോട് ഇൻട്രസ്റ്റ് പോകും. അപ്പൊ നമ്മൾ ആ സംസാരിക്കുന്ന സമയത്ത് അയാളെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാം. ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നത് പോലെ നിൽക്കുക. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഐ കോണ്ടാക്ട്. അയാളുടെ കണ്ണിൽ നോക്കുക. ഒരു കുത്തുന്നത് പോലെ ആകരുത്, ഒരു മയത്തിലേക്ക് നോക്കുക. ഒന്നാമത് ഒരാൾ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ മുഖത്തിന്റെ മസിലുകളൊക്കെ നല്ല റിലാക്സ് ആയിരിക്കണം. ഇങ്ങനെ സ്ട്രെസ് പിടിച്ച് നിൽക്കരുത്. എല്ലാവരും മനുഷ്യന്മാരില്ല, നല്ല റിലാക്സ് ആയി നിൽക്കുക. ഇപ്പോ അയാൾക്ക് ഒരു ഓപ്പൺ ബോഡി ലാംഗ്വേജ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും നമ്മളോട് ഇഷ്ടം തോന്നും. അപ്പോ അയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കുക. വേറെ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാല് അയാൾ പറയുന്ന കാര്യത്തിന് സീരിയസ് ഇല്ല എന്ന് തോന്നും. ഒരു എക്സാമ്പിൾ, നമ്മൾ തന്നെ ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു കാര്യങ്ങൾ, അയാൾ വേറെ എവിടേക്കോ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എന്താ കരുതാം? ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഇവന് സീരിയസ് നൽകുന്നില്ല എന്നല്ലേ. അപ്പൊ ആ സീരിയസ് അവർക്ക് കൊടുക്കുക. ചിലർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അവർ പറയുന്ന വാക്കുകൾ കേൾക്കുക എന്നുള്ളത്. അവര് നമ്മളോട് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ ആ സമയത്ത് അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവർക്ക് പിന്നെ രണ്ടാമെന്ന് പറയാൻ തോന്നില്ല. പിന്നെ റിലാക്സ്ഡ് ആയിരിക്കുക. സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയിട്ട്, അല്ലെങ്കിൽ ക്രോസ്ഡ് ലാംഗ്വേജസ് എന്ന് പറയാം. നമ്മൾ കൈ കെട്ടുക, കാല് കെട്ടുക, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാളിലേക്ക് ഏൽക്കാത്തത് പോലെ നമുക്ക് തോന്നും. വളരെ സിമ്പിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളോട് കൂടുതൽ പറയാൻ തോന്നും. ചില ആൾക്കാരുണ്ടാകും,
അവര് ഇത് ശ്രദ്ധിക്കും. കാരണം ചിലർ കണ്ണിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. ലോകത്തെ അവർ കാണുന്നത് കണ്ണിലൂടെ ആയിരിക്കും. കണ്ണിലൂടെ കാണുന്ന സമയത്ത് അവര് നമ്മളെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുക നമ്മുടെ ബോഡി ലാംഗ്വേജസ് ആണ്. പക്ഷെ അവരെ പോലും അറിയുന്നില്ല. അവര് നമ്മുടെ ബോഡി ലാംഗ്വേജസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടാണ് നമ്മളോട് ഇഷ്ടം തോന്നുക. കണ്ണിന്റെ കാഴ്ചക്കൊക്കെ വളരെ കണ്ടത് മാത്രം വിശ്വസിക്കുക, കണ്ണിന്റെ കാഴ്ചക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക, കണ്ണിലൂടെ ലോകത്തെ കാണാന്ന് പറയില്ലേ, അങ്ങനത്തെ ആളുകൾ. അപ്പൊ അവര് നമ്മുടെ ബോഡി സ്ട്രക്ചറും ബോഡിയുടെ ലാംഗ്വേജും ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ എവിടെ നോക്കുന്നുണ്ടോ, അതാണോ ഇതാണോ എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അവരെപ്പോഴും പറയും ഞാൻ ഈ ലോകത്തെ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ സംഭവത്തെ കാണുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അവര് കൂടുതൽ എന്ത് ചെയ്യും, ഈ വിഷ്വലിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അവരെ മുമ്പിൽ നമ്മൾ ഒന്നും കൂടി ഈ ഓപ്പൺ ബോഡി പൊതുവേ നമുക്ക് ഓപ്പൺ ബോഡി ലാംഗ്വേജ് സ്വീകരിക്കലാണ് നല്ലത്. എങ്കിലും അങ്ങനത്തെ ആൾക്കാരുടെ മുമ്പിൽ അവർ നന്നായി വാച്ച് ചെയ്തുകൊണ്ട് തന്നെ റിലേഷൻ കീപ്പ് ചെയ്യണം. അതിൽ ഫോൾട്ട് ആയിട്ടുള്ള വല്ല ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവരത് വാച്ച് ചെയ്യും, നന്നായി വാച്ച് ചെയ്യും. പിന്നെ ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം പറയുന്ന സമയത്ത് അയാളില് ഒരു ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ബെൻഡ് ചെയ്തിരിക്കാം. ഇരിക്കുകയാണെങ്കിൽ സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് ചാഞ്ഞിരിക്കാം. നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയില് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ചാഞ്ഞു നിൽക്കാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് പറയുന്ന, നമുക്ക് അവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് തോന്നുകയും അവർ കാര്യങ്ങൾ കൂടുതൽ പറയുകയും ചെയ്യും. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചു തുടങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൂടാതെ നമ്മൾ അവരെന്ത് ചെയ്യരുത്, അവര് സംസാരിക്കുന്നത് മിക്കതും അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആയിരിക്കും. അവരാ ഇഷ്ടം അതാണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2-3 ലൈറ്റ് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക ആ സാധനത്തിനെ കുറിച്ചിട്ട്. അവർക്ക് ഇഷ്ടമുള്ള മേഖലയാണ് അതെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് പിന്നെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കണമെന്ന് പോലില്ല, അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ആ ഇഷ്ടമുള്ള വിഷയം അവർ സംസാരിക്കുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാതിരിക്കുക, അത് അവരിങ്ങനെ സംസാരിച്ചോട്ടെ. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് കയ്യിലെടുക്കാനും നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ശക്തമാക്കാനും സാധിക്കും. ആൾക്കാരെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് സംസാരിപ്പിക്കാം. നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ചില അങ്ങനെ ഉണ്ടാവും, നമുക്ക് ആവശ്യമുള്ളത് സംസാരിപ്പിക്കുക എന്നുള്ള ഒരു ഇതുണ്ടാവും നമുക്ക് നമ്മുടെ ഉള്ളിൽ. ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നൊക്കെയുള്ള ഒരു ഇതില്ലേ, ഭാഷ. അതിന്റെ പകരം അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കും. അങ്ങനെ സംസാരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അവരാ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിൽ ആ മേഖല ഉണ്ടാവും. എന്ത് ചെയ്യാം, ആ മേഖലയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അത് കണ്ടിന്യൂസ് ചെയ്തുകൊള്ളും. അതൊരു നല്ല ടെക്നിക്കാണ്. അതുപോലെ അവരെ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോസിറ്റീവ് നോക്കിങ് എന്ന് പറഞ്ഞാല് എന്നിട്ട് എന്തുണ്ടായി പറയും, അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വേർഡ്സുകൾ ഉണ്ട്. സോ ദാറ്റ് അങ്ങനെയൊക്കെ പറയല്ലോ നമ്മള്. ഐ സി, പിന്നെ അങ്ങനെയൊക്കെ കുറെ വേർഡ്സുകൾ ഉണ്ടാവില്ലേ, ആ ചെറിയ ചെറിയ വേർഡ്സുകൾ അതൊക്കെ നല്ല മോട്ടിവേറ്റഡ് ആണ്. അവർ പറയുന്ന സമയത്ത് നമ്മൾ ആ ചെറിയ ചെറിയ വേർഡ്സുകൾ പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ചില ആൾ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനെപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഈ ഐബ്രോസ് നേരെ മുകളിലേക്ക് പോകും. പക്ഷെ അവനോട് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. കാരണം ഈ ഐബ്രോസ് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോഴേ നമ്മളോട് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷ ഫീൽ ചെയ്യും. നമുക്ക് തന്നെ അത് അവർക്ക് ഭയങ്കര ആകാംക്ഷയിലാണ് നിൽക്കുന്നതെന്ന് തോന്നും. അപ്പൊ അതും അങ്ങനെ നമുക്ക് ചെയ്യാം. ഈ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് പൊക്കി പിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുകൂടാതെ നമുക്ക് ഫേസ് മസാജ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഈ ഫേസ് എപ്പോഴും ടൈറ്റ് ആയിരുന്നു കഴിഞ്ഞാല് ആൾക്കാർക്ക് ഭയങ്കര നമ്മളോട് അടുക്കാൻ തന്നെ ഒരു സുഖമില്ലാത്തതുപോലെ ഫീൽ ചെയ്യും. മൈൻഡൊക്കെ എപ്പോഴും നല്ല റിലാക്സ് ചെയ്തിട്ട്, നമുക്കറിയാലോ കുറച്ച് പുഞ്ചിരിക്കാൻ ആകെ കുറച്ച് മസിലിന്റെ ആവശ്യമുള്ളൂ. ഈ സങ്കടപ്പെടാനും അതുപോലെ ദേഷ്യപ്പെടാനൊക്കെ ഒരുപാട് മസിലുകളുടെ ആവശ്യമുണ്ട്. കുറച്ച് മസിലുകളെ ആവശ്യമുള്ളൂ എന്തിന്, ഒന്ന് പുഞ്ചിരിക്കാൻ. അപ്പോ സിമ്പിളാണ്, അതൊന്ന് പുഞ്ചിരിച്ചാൽ അല്ലെങ്കിൽ ഫേസ് ഒക്കെ എപ്പോഴും നല്ല റിലാക്സ് ആക്കിയിടാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫേസ് മസാജ് ഒക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ.
ഇത് ഫേസിന്റെ ആക്ഷൻ ഒക്കെ വളരെ ലൂസ് ആണെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്ഷനും റിയാക്ഷനൊക്കെ ഇടാൻ കഴിയും. അതൊരു നല്ല ക്വാളിറ്റിയാണ് ഫേസ് ഒന്ന് ഫ്ലെക്സിബിൾ ആവാന്നുള്ളത്. പിന്നെ ഒരാള് അട്രാക്ട് ചെയ്യുന്നതിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വളഞ്ഞ് കുത്തി നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തോന്നാറില്ല. അതുപോലെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ഡിസ്കസ് ചെയ്യാൻ തോന്നാറില്ല. എന്തുകൊണ്ടാ വെച്ചാല് ആ ഒരു വളഞ്ഞു നിൽക്കുമ്പോ തന്നെ നമുക്കറിയാം അവരിൽ എനർജി ഇല്ലാന്ന്. പക്ഷെ ഒരു ചെസ്റ്റ് ഒക്കെ വിരിച്ചു നിൽക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ ഐ ആം റെഡി എന്ന് പറയില്ലേ, അതേപോലെ നിൽക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആളോട് എന്ത് കാര്യം വലിയ വലിയ കാര്യങ്ങൾ നടത്താനും അതുപോലെ ചർച്ച ചെയ്യാനും ഡിസ്കസ് ഒക്കെ ചെയ്യാനും നമുക്കൊരു ഉള്ളിലൊരു കോൺഫിഡന്റ് ഉണ്ടായിരിക്കും. ആ ബോഡി ലാംഗ്വേജ് ഉണ്ടാകുന്നില്ല, ചെസ്റ്റ് നന്നായി അപ്പ് ചെയ്ത് നിൽക്കണം. അതിന് നമ്മൾ സഹായിക്കുന്നതാണ് നമുക്ക് നിവർന്നിരിക്കാം, അതുപോലെ നിവർന്നുള്ള പോസ്റ്റേഴ്സ് ഒക്കെ നിവർന്ന് നടക്കാം. ഇതൊക്കെ ഒരു ശീലാക്കി മാറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബോഡി നിവർന്ന് നിൽക്കും. അതല്ല നമ്മൾ വളഞ്ഞിട്ടാണ് ഇരിക്കുക, അതുപോലെ ഇരിക്കുന്നതും അതുപോലെ നടക്കുന്നതൊക്കെ ആണെങ്കിൽ ബാക്കിലത്തെ മസിൽ അതുപോലെ സെറ്റ് ആക്കപ്പെടും. അപ്പൊ ജീവിതാവസാനം വരെ അങ്ങനെ വളഞ്ഞു കുത്തിയിട്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയും വിനയം കൊണ്ടാന്നൊക്കെ, പക്ഷെ മറ്റുള്ളവര് നമ്മുടെ കോൺഫിഡന്റ് കാണും, ഈ കോൺഫിഡന്റിൽ അവർ അളന്ന് തീരുമാനിക്കും. കാരണം ഒരു എനർജി ഇല്ലാത്ത ആളെ ഫീല് നമ്മുടെ ബോഡിയിൽ കാണുമ്പോൾ തന്നെ അവർ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷെ ഇത് എനർജിയിൽ നിൽക്കുന്ന ആളോട് എന്തും പറയാനും നമുക്ക്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനും നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് ഉണ്ടാകും. അപ്പൊ ചെസ്റ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് നിൽക്കുന്നത് നല്ലതാണ്. ഒന്ന് നെഞ്ച് വിരിക്കാന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷോൾഡർ നെഞ്ചൊക്കെ എപ്പോഴും വിരിഞ്ഞിരിക്കും, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താ പറഞ്ഞാല് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ, അവര് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നേരെ വന്നിട്ട് ഇടിച്ചു കൂട്ടി പറയും. നമുക്ക് ആകെ സ്ട്രെസ് ആവും, അല്ലെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും. നമ്മൾ എന്ത് ചെയ്യും? രണ്ടടി ബാക്കി കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോ നമുക്കതൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവന്റെ ആ സേഫ് സോണില്ലേ, ആ സോണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. എത്ര ഡിസ്റ്റൻസിൽ നിന്നാലാണ് അയാൾക്ക് സേഫ് ഫീൽ ചെയ്യാം, ഞാൻ എത്ര ഡിസ്റ്റൻസിൽ നിന്നാലാണ് അയാൾക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യാം, ആ ഡിസ്റ്റൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ എങ്ങനെ അറിയാം? നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അയാളുടെ ബോഡി ബാക്കി ഇങ്ങനെ വലിയാവുന്നത് നമുക്ക് സൂക്ഷ്മമായി നോക്കി അറിയാൻ പറ്റും. അപ്പോ സേഫ്റ്റി സോണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവർക്കും നന്നായി സേഫ് ഫീൽ ചെയ്യും, നമുക്കും നന്നായിട്ട് സേഫ് ഫീൽ ചെയ്യും. ഇത് ഈ സേഫ്റ്റിയുടെ ഈ ലെങ്ത് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അത് പല സ്ഥലത്തും പലതാണ്. നമ്മൾ നല്ല റിലേഷനിലേക്ക് വരുമ്പോ അതൊന്നും ഉണ്ടായിരിക്കില്ല. അത് ഓരോരുത്തർ ശരിക്കും മനസ്സിലാക്കണം. എന്തായാലും ഒരാളുടെ ബോഡി ബാക്കിലേക്ക് ചെറുതായിട്ട് സ്ലൈറ്റ് ചെയ്യണമെങ്കിൽ, ബാക്കിലേക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അയാളുടെ ആ ലൈന് ക്രോസ് ചെയ്തിരിക്കുന്നെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് ബാക്കിലേക്ക് വരിക. ചില ആൾക്കാർ വായ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞത്, അപ്പൊ നമുക്ക് തോന്നും എങ്ങനെയാലും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി. പിന്നെ എന്റെ ലൈഫില് എനിക്ക് 2 കൂട്ടുകാരനായിരുന്നു. അതില് ഒരു കൂട്ടുകാരന് എപ്പോഴും ഇങ്ങനെ തോണ്ടിട്ട് സംസാരിക്കാം. എന്റെ ഷോൾഡറിൽ ഇങ്ങനെ തോണ്ടും, എന്നിട്ട് സംസാരിക്കും. ആ തോണ്ടല് നല്ല വേദന ഉണ്ടാകും. ഇങ്ങനെ തോണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കും, നല്ല വേദന ഉണ്ടാകും. പക്ഷെ അവനോട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവന്റെ ശീലം അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കത് ഇറിറ്റേഷൻ ആണ്. പക്ഷെ മറ്റൊരു കൂട്ടുകാരനുണ്ട്, അവൻ സംസാരിക്കുന്ന സമയത്ത് വളരെ സ്ലൈറ്റ് ആയിട്ട് ഒന്നല്ല ഷോൾഡറിൽ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ ബോഡിയിൽ ഒന്ന് പതുക്കെ ടച്ച് ചെയ്യുള്ളൂ. ആ ടച്ചിങ് ഉണ്ടല്ല, അത് ഉപകാരപ്പെടും. നമുക്ക് അവനോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ചിലപ്പോ എന്താണ് അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചാലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും ചെറുതായിട്ട്. ആ ചെറുതായി ടച്ച് ചെയ്യുന്നത് നമുക്കൊരു നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തീരുമാനം, നമുക്ക് നല്ലൊരു ഇത് തോന്നാറുണ്ട്, നല്ലൊരു ഫീൽ തോന്നും. പക്ഷെ മറ്റാളുണ്ട് നന്നായി സ്ട്രോങ് ആയി തോന്നുന്ന ആള്, അവനോട് നമുക്ക് ഒരു ഇറിറ്റേഷൻ തോന്നും.
അപ്പൊ ടച്ച് ചെയ്യുന്നത് നമ്മൊരു മോട്ടിവേഷൻ ആണ്. പക്ഷെ ആ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത് മറ്റൊരാൾക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് രണ്ടാമത് കണ്ടിന്യൂ ചെയ്യാൻ. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് അത് എങ്ങനെയാണ് അവരത് എടുക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം. പക്ഷെ ടച്ച് ചെയ്യുന്നത് വളരെ നല്ലൊരു ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. പിന്നെ പിന്നെ നമ്മള് ആൾക്കാരുടെ എങ്ങനത്തെ ആൾക്കാരാണെന്ന് നോക്കുക. ഇനി നല്ല അഗാധമായിട്ടൊരാളോട് ഈ റാപ്പിലേക്ക് വരണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അവർ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അവരെന്ത് ആക്ഷൻ ആണോ ചെയ്യുന്നത് അതേ ആക്ഷൻ തന്നെ നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാവാത്ത രീതിയിൽ, അതിങ്ങനെ കളിയാക്കുന്ന രീതിയിലല്ല, മനസ്സിലാവാത്ത രീതിയിൽ അതേ ആക്ഷൻസും അതേ സംസാരത്തിന്റെ ടോണില്ലേ അതും ബോഡി ലാംഗ്വേജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതേപോലെ ഫോളോ ചെയ്യണമെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് നമ്മുടെ അട്രാക്ഷൻ വരും. ഇത് ഞാൻ പല സ്ഥലത്തും ഇതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ചില വാശിയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവരതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആകുന്നത് എനിക്ക് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഈ ടെക്നിക്ക് എത്ര വാശിയുള്ള ആൾക്കാരെയും വീഴ്ത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അതുകൂടാതെ ഇനി അഗാധമായിട്ട് ഒരാളോട് ഒന്നും കൂടി ഡീപ്പായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ടെക്നിക്ക് ഉണ്ട്. അയാളുടെ ബ്രീത്തിങ്ങിന്റെ സ്റ്റൈൽ ഏതാണെന്ന് നോക്കാം. എത്ര ലെങ്തിലാണ് അയാൾ ബ്രീത്ത് എടുക്കുന്നത്, എത്ര അഗാധതയിലാണ്, ആ ബ്രീത്തിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഇൻഹേലും എക്സേലും ചെയ്യുമ്പോൾ എത്ര അളവിലാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് ബ്രീത്ത് എടുക്കുന്നത് നോക്കാം. ആ ബ്രീത്തിങ്ങിന്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല മാനസികമായിട്ട് അടുപ്പുണ്ടാക്കാൻ സാധിക്കും. ഇത് നമുക്ക് കേൾക്കുമ്പോ ഇതൊക്കെ അങ്ങനെ എങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. നമ്മളത് കേട്ട സ്ഥിതിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് ടെസ്റ്റിങ്ങിലൂടെ ഫീൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ ഈ അതേ ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ, അതേ ലെങ്ത് ഉപയോഗിക്കണമെങ്കിൽ മാനസികമായിട്ട് നല്ല അടുപ്പുണ്ടായിരിക്കും. പിന്നെ ആൾക്കാരെ ഇത് മനസ്സിലാക്കാം, ഏത് സെൻസുള്ള ആളാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോ കണ്ണിന്റെ കാഴ്ചക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നെങ്കിൽ അവരെപ്പോഴും ഈ ലോകം ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, ആ സംഭവത്തെ ഇങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവര് നന്നായിട്ട് ലോകത്തെ വിഷ്വൽ ചെയ്യും കണ്ണിലൂടെ. നല്ല ഇമാജിനറി പവർ ഉള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് അവരെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, അവരെ നമ്മുടെ അണ്ടറിലാക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അവരിഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മനോഹരമായ കാഴ്ചക്ക് ഭയങ്കര സാധനങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ അവര് പെട്ടെന്ന് നമ്മളായിട്ട് നല്ല റിലേഷനിലേക്ക് വരും. അവർക്ക് കൂടുതൽ ഈ കാഴ്ചകളായിരിക്കും ഇമ്പോർട്ടന്റ്. അപ്പൊ അതിനോട് ബന്ധമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കും. ചില ആളുകൾ ഉണ്ടാവും കേൾവിക്കാർക്ക് ഇമ്പോർട്ടന്റ്. അവരുടെ സംസാര രീതി ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഈ ലോകത്തെ ആ സംഭവം ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, അല്ലെങ്കിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ഒരു സംഭവം അവിടെ സംഭവം കേട്ടു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടത്, ഇങ്ങനെയാണ് കേട്ടത്. മറ്റൊരു പറയും ഞാൻ അങ്ങനെയാണ് കണ്ടത്, ഇങ്ങനെയാണ് കണ്ടത്. കണ്ണിന്റെ ഇവര് പറയും ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, എപ്പോഴും കേട്ടു എന്നുള്ളത് പറയും. അപ്പൊ നമുക്കറിയാം അവർക്ക് കാതിനാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരോട് മധുരമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് നല്ലൊരു ഇഷ്ടം ഉണ്ടാക്കാൻ അത് സഹായിക്കും. പിന്നെ ഈ കേൾക്കുന്നവരെ ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നുണ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഇവർ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് കേൾക്കുമ്പോൾ കേൾവിക്കാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ മധുരമായി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് നല്ല റിലേഷൻ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ എന്താണ്, സ്പെല്ലിന്റെ ആൾക്കാരുണ്ടാവും, മൂക്ക്. അവരെവിടെ പോയി കഴിഞ്ഞാലും സ്പെല്ലിനെ കുറിച്ച് സംസാരിക്കും. ഇവിടെ നല്ല സ്മെല്ലാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ നല്ലതാണ്,
ഇത് നല്ലതാണെന്ന് അവർ തീരുമാനിക്കുന്നത് സ്മെല്ല് നോക്കിയിട്ടാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് തന്നെ സ്മെല്ല് നോക്കിയിട്ട് അതിന് ടേസ്റ്റ് പറയും. അവർക്ക് സ്മെല്ലിലൂടെ അറിയാം ഈ ഭക്ഷണം നല്ലതാണോ ചീത്തയാണോ എന്ന്. അപ്പൊ ഇവർക്ക് എപ്പോഴും സ്മെല്ലാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് മറ്റുള്ളവരുടെ സ്മെല്ല് അവര് പോലും അറിയാതെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് സ്മെല്ലാണ് ഇഷ്ടമെങ്കിൽ അവിടെ നല്ല ക്ലീനിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ ആ ക്ലീനിങ്ങും നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമ്മൾ നല്ല സ്മെല്ലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നും. അയാളുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറയും. അത് പറഞ്ഞാല് മൂക്കിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരാണ്. പിന്നെന്താണ് നമുക്കുള്ളത്? കണ്ണ്, മൂക്ക്, പിന്നെ സ്കിന്നിലെ തൊലിയുണ്ട്. തൊലിക്ക് ഇമ്പോർട്ടന്റ് ഉള്ളവര് എപ്പോഴും അവരവരുടെ തൊലി തന്നെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് നമ്മള് ടച്ചിങ്ങിലൂടെയാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്നേഹത്തിലേക്ക് വീഴ്ത്തുന്നതും ഇവരായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കാനും ടച്ചിങ്ങിലൂടെ തന്നെ സാധ്യമാകുള്ളൂ. അപ്പൊ ഇവർക്ക് നമ്മൾ ടച്ചിങ് കൊടുക്കണം. അത് ഒരു നിർബന്ധമാണ്. കാരണം ഇവർക്ക് ഇഷ്ടമുള്ളത് ആ ഏരിയ ആണെങ്കിൽ, ഏതൊരു ഏരിയ ആണ് ഒരാൾക്ക് ഇഷ്ടം ആ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊരു ആളായിട്ടും നല്ല റിലേഷനിലേക്ക് പെട്ടെന്ന് വരാന് നമുക്ക് സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് വാച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒരാളെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഏത് സെൻസ് ആയിരിക്കും ആൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കുറച്ച് ദിവസം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വ്യക്തിയും അയാൾക്ക് ഏത് സെൻസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അവർ ആ സെൻസ് വെച്ചിട്ടായിരിക്കും കൂടുതൽ പറയാം. ഈ ലോകത്തെ അവർ കാണുന്നത് ആ സെൻസിലൂടെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ്. പക്ഷെ നമുക്കൊന്ന് കുറച്ച് ഒരു നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കണം ഈ മാറ്ററിൽ. പൊതുവെ ഒരാള് നമ്മൾ പോലും അറിയാതെ എല്ലാം മറ്റുള്ളവര് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോ അയാൾ അറിയുന്നില്ല, പക്ഷെ അയാൾ അറിയാതെ തന്നെ അയാള് നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ മനഃപൂർവ്വം പക്ഷെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മറ്റു ഇതിലൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരാളെ ശ്രദ്ധിക്കുന്നത് അയാളുടെ ബോഡി ലാംഗ്വേജ് ആണ്. ഈ ബോഡി ലാംഗ്വേജ് ആണ് ശ്രദ്ധിക്കുന്നതെന്ന് ആരറിയുന്നില്ല, ശ്രദ്ധിക്കുന്ന ആളറിയുന്നില്ല, പക്ഷെ അയാളെ പോലും അറിയാതെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഭാഗത്തൊക്കെ നമുക്ക് മാറ്റം വരുത്തുകയും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിലേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ല റിലേഷൻ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇതൊക്കെ ടെക്നിക്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അറിവാണ്. ഒരു കാര്യം ഉറപ്പാണ്, അറിവുള്ള ഒരാള് പെരുമാറ്റത്തിന് നല്ല മാറ്റം ഉണ്ടാകും. അറിവില്ലാത്ത ആളെ പെരുമാറ്റവും അറിവുള്ള ഒരാളുടെ പെരുമാറ്റവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമന്മാരാകില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലും നമ്മൾ പഠിക്കേണ്ട മേഖലയാണ്. ഈ മേഖലയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ ഉണ്ടാകട്ടെ. നമസ്കാരം. സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഇനി ഒന്നും ചെയ്യണ്ടല്ലോ, ക്ലോസ് ചെയ്യല്ലേ?